ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പാട്ട് വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് അച്ചുവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് വരാനായി കാത്തിരിക്കുകയാണ്. ചിന്നു അപ്പോൾ അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് എന്തായാലും അവര് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ചന്ദ്രകാന്തത്തിലാണെങ്കിൽ എല്ലാവരും തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു ആണെങ്കിൽ ഫുഡും വിളമ്പി വെച്ച് ഒന്നും കഴിക്കാതെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ അച്ചു, നിനക്കെന്താ രുക്കുവിനെ വിട്ടു പിരിഞ്ഞു പോകുന്നതിലുള്ള സങ്കടാണോ? ഇതൊക്കെ ഉണ്ടാവും, നീ കാര്യമാക്കണ്ട. ഈ പോലീസായി വന്നാൽ SI പോസ്റ്റ് നിനക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ റെഡിയാക്കാൻ ഞാൻ ഏർപ്പാടുണ്ടാക്കാം എന്നെല്ലാം വിജയശങ്കർ അങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്നെ വിട്ടു പോകുന്നതിൽ അച്ചുവിന് നല്ല സങ്കടമുണ്ട് ഏട്ടാ. പണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞു നിൽക്കാൻ പോകുന്നതെന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഇതിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ പിരിഞ്ഞു നിൽക്കേണ്ടി വരും. എന്നെ കല്യാണം കഴിച്ചപ്പോ വിജയേട്ടൻ തന്നെ ഇതിന്റെ ഭാഗമായി എവിടെയൊക്കെ പോയിരിക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ തനിച്ചായിരുന്നു. ഒരു ജോലിയുടെ ഭാഗമാവുമ്പോ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന്. വീണ്ടും അച്ചു ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ രുക്കു അച്ചുവിനോട് ഭക്ഷണം കഴിക്കുക അച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ചുവിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അങ്ങനെ ഓർക്കുകയാണ്. ഇന്ദ്രപ്പ് ചോദിക്കുന്നുണ്ട്, അച്ചു എന്താ കഴിക്കാത്തത്, എന്താ ഭക്ഷണം ഇഷ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇഷ്ടായി, ഞാൻ കഴിക്കാമെന്ന് പറയാണ്. ജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ചുവിന് എന്താ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല എന്ന് അച്ചു പറയുന്നുണ്ട്. ഇന്ദ്രപ്പ് ചോദിക്കുന്നുണ്ട്, ഫോൺ കിട്ടാത്തതിന്റെ വിഷമാണോ അച്ചു എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോൺ എവിടെയെന്ന്. അപ്പൊ പറയുന്നുണ്ട്, ഇവൻ ഫോൺ എവിടെയോ വെച്ച് മറന്നു, ഇപ്പൊ അത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയാണ്, അങ്ങനെ ഓർമ്മയില്ലാതിരുന്നാൽ ശരിയാവില്ല. പോലീസ് ഇൻസ്പെക്ടർ ആവുമ്പോ മറവി പാടില്ല. അതൊന്നും ഓർമ്മയില്ലെങ്കിലും രുക്കു, നീയാണ് അവനെ ഇതെല്ലാം ഓർമ്മിപ്പിക്കേണ്ടത്. എന്റെ കാര്യങ്ങളിൽ നീ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമെന്ന് പറയാണ്. അപ്പോഴേക്കും രുക്കുവിന്റെ ഫോണിലേക്ക് അർച്ചന വിളിക്കുകയാണ്. രുക്കു വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു പോവുകയാണ്. രുക്കു എന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, രുക്കു അച്ചുവിനെ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അച്ചു അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അവൻ പോകുന്നതിന് മുന്നേ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് യാത്ര പറയാൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നീ അച്ചുവിനൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചേച്ചി അച്ചുവോടില്ല, പുറത്തു പോയിരിക്കുകയാണ്, ഇതാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് എനിക്കറിയില്ല, എന്തായാലും അവൻ വന്നാൽ ഞാൻ പറയാം, അവൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് രുക്കു വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് രുക്കു അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ അച്ചു അങ്ങോട്ടേക്ക് വരികയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രുക്കു നിന്ന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട് സൗമ്യാണ് വിളിച്ചത്, നീ പോകുന്നതിന്റെ കാര്യം എന്തായി എന്നറിയാനാണ് അവൾ വിളിച്ചതെന്നൊക്കെ രുക്കു അങ്ങനെ പറയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു ഞാനൊരു കാര്യം പറയാം, നിനക്കൊന്നും തോന്നരുത്, എന്തായാലും വൈകിട്ട് 5 മണിക്കല്ലേ ഞാൻ പോകുന്നത്, അതിനു മുന്നേ നമുക്കൊന്ന് അമ്പാട്ടിലേക്ക് പോയി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അച്ചു നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരില്ല, എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ആളാണ് അവിടെയുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇനിയും ആ വീട്ടിലേക്ക് വരാനായി കഴിയില്ല, നിനക്കെങ്ങനെ എന്നോട് ഈ കാര്യം പറഞ്ഞു വരാൻ തോന്നി അച്ചു, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, എന്നെ നിർബന്ധിക്കരുത്, നീ സ്വപ്നം കണ്ട ജോലിയൊക്കെ ഇനി നിനക്ക് കിട്ടാൻ പോവല്ലേ, ഇനി നിനക്ക് എന്നെ വേണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് സഹതാപം നടിച്ചുകൊണ്ട് രുക്കു അകത്തേക്ക് പോവുകയാണ്. അച്ചുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിസ്സഹായനായ അവസ്ഥയിൽ അങ്ങനെ പുറത്തു നിൽക്കുകയാണ്. അച്ഛനാണെങ്കിൽ അച്ചുവിനെ കാണാതെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പഴയ കാല ഓർമ്മകളെല്ലാം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ സമയം 3 മണിയായി, അവരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമോ, ഞാൻ കുറെ പ്രാവശ്യം രണ്ടുപേരെയും വിളിച്ചു, രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല, എന്നിട്ട് എന്തായി എന്നറിയാൻ അച്ഛനെ വിളിച്ചു, അപ്പോ ആര്യാണ് ഫോൺ എടുത്തത്, ആര്യൊന്നും വിട്ടു പറഞ്ഞതുമില്ല, അവര് വരാതിരിക്കൂ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇല്ല മോളെ, അവരെന്തായാലും വരാതിരിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഞ്ജുവും രമ്യയും മുകുന്ദനും അനന്തനും വരികയാണ്. അവരും പറയുന്നുണ്ട്, അച്ചുവിനെയും രുക്കുനെയും ഇതുവരെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പോ അവരിങ്ങോട്ടേക്ക് വരുന്ന കാര്യം വിട്ടിട്ടുണ്ടാവുമോ, അവരിന് വരാതിരിക്കോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനപ്പൊ പറയുന്നുണ്ട്, അച്ചുവിനെ വിളിച്ച് കിട്ടാതെ ഞാൻ രുക്കുവിനെ വിളിച്ചിരുന്നു, രുക്കു അപ്പൊ പറഞ്ഞത് അച്ചു പുറത്തു പോയിരിക്കുകയാണ്, പോയി വന്നിട്ട് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്ന് യാത്ര പറയാതെ പോവാൻ അവന് കഴിയുമോ, അതുകൊണ്ട് എന്തായാലും അവൻ വരുമെന്ന് അർച്ചന അങ്ങനെ പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ഇപ്പോ ഭക്ഷണം പോലും കഴിക്കാതെ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരും ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നില്ല, നിങ്ങൾ കഴിച്ചോ, ഞാൻ എന്തായാലും അച്ചുവും രുക്കുവും വന്നിട്ട് കഴിച്ചോളാം, ഭക്ഷണം കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം, ആരും പട്ടിണി കിടക്കണ്ട എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ഇന്നൊപ്പം പറയുന്നുണ്ട്, അമ്മ
ഉമ്മ കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണ് അനന്തനും മുകുന്ദനും രമ്യയും. അവരെല്ലാവരും തന്നെ ശരി അച്ചുവും രുക്കും വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ രമ്യയോട് പറയുന്നുണ്ട്, രമ്യെ നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിച്ചാലോ, അവര് അച്ചു വരുന്നത് വരെ ഇരുന്നോട്ടെ എന്ന് പറയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട്, ഇവരൊന്നും കഴിക്കാതെ എങ്ങനെ നമ്മൾ കഴിക്കും ചേച്ചി, എനിക്കും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണ്. അച്ചു ആണെങ്കിൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങാനായി നിൽക്കുകയാണ്. രുക്കു അപ്പോ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ചു നിനക്ക് ഇപ്പോഴും ഒരു സന്തോഷവും ഇല്ലല്ലോ, നിന്നെ പിരിയുന്നതിൽ എനിക്കും സങ്കടമുണ്ട്, പക്ഷെ ഞാനത് പ്രകടിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് രുക്കു അങ്ങനെ പറയുമ്പോ അച്ചു രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്. രുക്കു നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, കുറച്ചുനേരം ഞാനൊന്ന് സ്വസ്ഥതയോടെ ഇരുന്നോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. നിങ്ങൾ പോവാനായി റെഡിയായോ? അച്ചു ചേട്ടനെ നിന്നെ യാത്ര അയക്കാൻ വരാനായി പറ്റില്ല, 2-3 കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, വിമലയും സത്യനും ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ സത്യൻ നിന്നെ കൊണ്ടുവിടുമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ആരും വരണമെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയാണ്. അപ്പൊ പറയുന്നുണ്ട്, അച്ചു നീ ഒറ്റയ്ക്ക് പോവാനോ, ഞാൻ നിന്നെ യാത്ര അയക്കാൻ വരാമെന്ന് പറയാണ്. അച്ചു അപ്പൊ രുക്കുവിനോട്, രുക്കു എനിക്ക് നിന്റെ ഫോണൊന്ന് വേണം, പോകുന്ന കാര്യം ചേച്ചി ഒന്ന് വിളിച്ചു പറയണം, ഫോണൊന്നും തായോ എന്ന് പറയുമ്പോ രുക്കു അപ്പൊ തന്നെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അർച്ചനയെ വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു കിട്ടുന്നില്ല. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എന്താ അച്ചു അർച്ചന ചേച്ചിയെ വിളിച്ചു കിട്ടുന്നില്ലേ, ഇതിൽ ചിന്നുവിന്റെയും അഞ്ജു ചേച്ചിയുടെയും നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കുക എന്ന് പറയാണ്. അച്ചു എന്നിട്ട് അവരിൽ ഒരാളെ വിളിക്കാനായി നിൽക്കുമ്പോ രുക്കു ആണെങ്കിൽ ചിന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിനക്ക് ആരെയും വിളിക്കാനായി പറ്റില്ല എന്നും സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.